ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ ഫാമിലി ടൈൽസ് ഇന്ന് എത്തി നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകളും എൻ്റെ സഹപ്രവർത്തകരുടെ ചില കോമഡികളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. 10-12 മിനിറ്റോളമുള്ള കുറച്ച് ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആണ്. കടലിൻ്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ മാറ്റാൻ പറ്റില്ലല്ലോ. കടൽ അത്രയും സുന്ദരിയായ ഒരു സംഭവമല്ലേ. അപ്പോൾ കടൽ തിരമാലകളൊക്കെ എണ്ണി നമ്മൾ ഉപ്പിലിട്ടതും അതേപോലെ ഐശ്വര്യതയും ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു. കുറേ കളിച്ചിരികളും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് ഒരു ഉച്ച സമയത്ത് നമ്മൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒരു മണിക്കൂർ സമയത്തോളം നമ്മളിവിടെ ഒന്ന് എൻജോയ് ചെയ്യുകയുണ്ടായി. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കിട്ടിയ സമയം പരമാവധി നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 10-12 മിനിറ്റുള്ള ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കടലൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് കടൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത്. ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പോൾ നമ്മൾ കടൽ കാഴ്ചകളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ടാണല്ലോ വരേണ്ടത് അല്ലേ. കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് കുറച്ച് ഐശ്വര്യതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങളങ്ങനെ ഷബീൻ്റെ കൂടെ കടൽ കാഴ്ചകളിലേക്ക് നടക്കുകയാണ്. കടൽ എത്രത്തോളം, കടലല്ല കടലിൻ്റെ കര അല്ലെങ്കിൽ തീരം, ബീച്ച് എത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാവുണ്ടാവില്ലേ. ശരിക്കും ഇതൊരു വിദേശത്തൊക്കെ ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതല്ലേ. ഞാനും ഇത് ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു എന്നല്ലാതെ ഞാനും അവിടെ വൃത്തിയാക്കാനോ ഒന്നും ചെയ്യുന്നില്ല, വൃത്തി കേടാക്കാനും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെനിക്കെടുത്ത് പറയാം. നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ആരും ഇത് വൃത്തികേടാക്കുന്ന പ്രവൃത്തികളൊന്നും അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയുള്ള തീരം കിട്ടുമായിരുന്നു. പിന്നെ നമ്മളുടെ തീരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ മണവും വേസ്റ്റിൻ്റെ മണവും കണ്ടമാനം വേസ്റ്റും നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ബാക്കിയും അതിൻ്റെ വേസ്റ്റും അത് പൊതിഞ്ഞ് തന്നിട്ടുള്ള വേസ്റ്റും എല്ലാം നിക്ഷേപിക്കുന്നത് ഇവിടെ തന്നെ. ഇവിടെ അങ്ങായിട്ട് ഇതൊക്കെ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും ഇട്ടില്ല. അത് നമ്മളെ മലയാളികളുടെ ഒരു ശീലമല്ലേ. പക്ഷെ നേരെ മറിച്ച് ഞാനങ്ങനെ അധികം പുറത്തൊന്നും പോയിട്ടില്ല. എങ്കിലും നമുക്ക് അവിടുത്തെ വീഡിയോസും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും മറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ എത്രത്തോളം വൃത്തിയുള്ളതാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു സംഭവം എത്രത്തോളം വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത്. അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം കടൽ കാഴ്ചകൾ കണ്ടങ്ങനെ നിന്നു. ശരിക്കും കടലിലേക്ക് നോക്കി കടലിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടു നിൽക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ. തിരമാലകൾ എണ്ണി നിൽക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു സുഖമല്ലേ. ശരിക്കും മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് രസമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ 2 കുഞ്ഞുമക്കൾ കടൽ ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവരുടെ ആ ഒരു നൃത്തത്തിലും ആക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവല്ലേ. 2 പേരും കടലിനെ ആദ്യമായിട്ട് തൊട്ടറിയാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിലാക്കിയത് അവർക്കും ഒരുപാട് കാലം കഴിഞ്ഞാലും ചെരുപ്പില്ലേ, ചെരുപ്പ് പോയോ? ചെരുപ്പൊക്കെ ഇവർക്ക് തിരമാല എത്രത്തോളം വരുന്നുള്ളതെന്ന് അറിയില്ലല്ലോ. ആദ്യമായിട്ട് കടൽ കാണാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ചെരുപ്പൊക്കെ അതിൻ്റെ അടുത്തിട്ടിരുന്നു തോന്നുന്നു. അപ്പോൾ അത് കാണാനല്ല പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാക്കിലാണ് ചെരുപ്പുള്ളത്, പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഷൂ ഇട്ടിട്ടാണ് നിൽക്കണേ. തിരമാല വരില്ല എന്നൊക്കെയുള്ളൊരു ധൈര്യത്തിലാണ് നിൽക്കണേ കേട്ടോ. എന്താ വരികയാണെങ്കിൽ വരട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അവർ കടലിനെ തൊട്ടറിഞ്ഞ് തലോടി അറിഞ്ഞൊക്കെ നിൽക്കുകയാണ്. എന്താ ഫീല്, വേറൊരു ഫീലല്ലേ അല്ലേ. ശരിക്കും മഴയൊക്കെ പോയിട്ട് ഇങ്ങനെ വെയിൽ വന്നിട്ടില്ലാത്ത ആ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് വലിയൊരു തെളിച്ചമില്ലാത്ത, എങ്കിലും ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് നട്ടുച്ച സമയമാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. വെയിൽ കുറവായിരുന്നു, വെയിൽ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ സുഖമാണല്ലോ വെയിലില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ ട്രിപ്പിൽ ഫുഡ് കഴിച്ചതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിതിൻ ശ്യാം ഭയങ്കര ദാനശീലനാണ്. ഞങ്ങളുടെ അടുത്ത് ആരുടെ പൈസ ഇല്ലയെന്ന് അവരോട് പറഞ്ഞപ്പോൾ നിതിൻ ശ്യാം വന്നിട്ട് ആരുടെ കയ്യിൽ നിന്നൊരു 10 രൂപ വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തു. ഭയങ്കര മനുഷ്യ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ പട്ടി സ്നേഹം കുറച്ച് കൂടുതലാണ്. പട്ടികളെ കണ്ടാൽ ഭയങ്കര സ്നേഹമാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ടീം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടീംസാണ്, നമ്മളെ കൊളീഗ്സാണ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ 10-20 പേരുണ്ടായിരുന്നു. കുറച്ച് പേര് അപ്പുറത്തുണ്ട്, കുറച്ച് പേര് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് അപ്പുറത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ കടൽ കണ്ടുകൊണ്ടിരിക്കുന്നു. രസം, സുഖം, അങ്ങനെ രസകരമായി മുന്നോട്ട് പോവാണ്. ഇനി 2 മണിയാകുമ്പോൾ വീണ്ടും വർക്കിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. നമ്മളൊരു ഒരുപാട് തവണ കാലിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, രസം എന്നൊക്കെ പറയാം. ആകാശമൊക്കെ കണ്ടില്ലേ, കറുത്ത് ഇരുണ്ട് നിൽക്കുന്ന ആകാശം. എപ്പോൾ വേണേലും മഴ പെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആകാശം. മഴ പെയ്താൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം എന്നുള്ള മൈൻഡോട് കൂടി നിൽക്കുന്ന ഞങ്ങൾ. കടലിൽ അവരെന്തൊക്കെ എഴുതുന്നു, തിരമാല വരുന്നു, അത് മായ്ക്കുന്നു. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിരുന്ന അതേ കളികളൊക്കെ തന്നെ. കടലമ്മ കള്ളി, ചോതി എന്നൊക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവർ അത് അനുസരിക്കുന്നു. പിന്നെ ചില ആൾക്കാർ ഇരട്ടപ്പേര് എഴുതുന്നു. ഞാനിതൊക്കെ കണ്ട് ക്യാമറയിലാക്കി അങ്ങനെ നിന്നു. നമ്മളൊരുപാട് കാലമൊന്നും ജീവിക്കില്ലല്ലോ, ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പോകുന്ന ഭാഗങ്ങളിലുള്ള കാഴ്ചകളും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ഒക്കെ നമ്മൾ വീഡിയോയിൽ ചിത്രീകരിച്ച് നമ്മൾ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ പിരിഞ്ഞാലും അവർ നമ്മളെ പിരിഞ്ഞാലും ഒക്കെ നമുക്കിത് ഓർത്ത് വയ്ക്കാനും ഓർമ്മിക്കാനൊക്കെ ഇത് എപ്പോഴെങ്കിലും എടുത്ത് കണ്ടാൽ മതിയല്ലോ. നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം രസകരമായ ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു എന്നൊക്കെ പറയാലോ. ആ തിരമാല എൻ്റെ കാലിലേക്കാണല്ലോ വരുന്നത്, ഈശ്വര. അപ്പം അങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ അവിടെ കടൽ തീരത്ത് തിരമാലയുടെ ആക്രമണം അതാ വരുന്നു, ഓടിക്കാം. നനഞ്ഞുട്ടോ, കാലിലേക്കായി. ഷൂവിലും സോക്സിലൊക്കെ മണലായി. ഇതാ രണ്ടാമത്തെ വരുന്നു. ഇത് ക്ലിയറായി, ക്ലീൻ ഹിറ്റായിരുന്നു. അതിന് കൂട്ടത്തിൽ എത്ര വേസ്റ്റാണ് വരുന്നതല്ലേ. കടലിലും വേസ്റ്റ്, കടൽക്കരയിലും വേസ്റ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറേ കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് വേസ്റ്റ്, അതും തട്ടി. അപ്പോൾ മീനും തിന്നാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും വല്ലാത്ത ജാതി തന്നെ. നിങ്ങൾ കരുതും ഈ ഒരു 4 പേര് മാത്രമാണ് നമ്മളെ കൊളീഗ്സ് എന്നാണ്. അല്ല, ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണും. പക്ഷേ ഈ കടലിൻ്റെ ഈ കാഴ്ചകൾ കണ്ടാൽ നമുക്ക് ഇവിടെ നിന്ന് ക്യാമറ എടുക്കാൻ തോന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കടൽ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിൽക്കാൻ തോന്നും. ഒന്നുമില്ല, തിരമാല വരുന്നതും പോകുന്നതും തന്നെ. ഈ കാഴ്ച ശരിക്കും നമ്മൾ വന്ന് ഫസ്റ്റ് വ്യൂവിൽ കാണുന്ന ആ ഒരു കാഴ്ച തന്നെ നമ്മൾ എത്ര നേരം ഇവിടെ നിന്നാലും കാണുള്ളൂ, തിരമാല അടിച്ച് കയറി വരുന്നത്. പക്ഷേ അത് എത്രത്തോളം കണ്ടാലും നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അല്ലേ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ബീച്ചിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ ബീച്ചിൽ വന്ന ആ ഒരു ഭാഗത്ത് തന്നെ നിന്നിങ്ങനെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ബീച്ചിലേക്കുള്ള ഒരു കാഴ്ച, ബീച്ചിൻ്റെ ഒരു കാഴ്ച. ഒരുപാട് ദൂരം നമുക്ക് വേണമെങ്കിൽ നടന്നങ്ങനെ പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. രസകരമായ ഒരുപാട് സ്ഥലങ്ങൾ ഈ ബീച്ചിനകത്തുണ്ട്. പിന്നെ ഇതുപോലെ ഒഴിഞ്ഞു വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ വന്നിട്ടിരിക്കാൻ പറ്റുന്ന മരങ്ങളൊക്കെ വളർന്നിട്ടുള്ള തണലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. മഴ കൊള്ളാത്ത സ്ഥലങ്ങൾ വേറെ ഉണ്ട് ഇതുപോലെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ കണ്ട് നമ്മൾ എല്ലായ്പ്പോഴും റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ഭാഗമുള്ളത് കേട്ടോ. ഈ ഒരു ഇതിലങ്ങനെ നടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു ബീച്ചിൽ തന്നെ വെള്ളത്തിൽ ഇപ്പോൾ അവർ ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചെന്നില്ല അവർ വെള്ളത്തിൽ കളിക്കുന്നത്. അവർ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് ആട്ടി കയറ്റി കൊണ്ടുപോയത്. അവർക്ക് അവിടെ പോരാനുള്ളൊരു താല്പര്യമില്ല. 2 മണിയായപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് കൊണ്ടുപോയത്. നമ്മൾ വർക്ക് നടക്കണമല്ലോ. അപ്പം അങ്ങനെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ഒരുപാട് യാത്രകൾ നടത്താറുണ്ട്. പിന്നെ നമ്മളങ്ങനെ എല്ലാ യാത്രകളൊന്നും വീഡിയോ ചിത്രീകരിക്കാറില്ല. ഇത് പിന്നെ ഒരു സ്പെഷ്യൽ യാത്രയാണല്ലോ, സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ കിട്ടുന്നൊരു യാത്ര. അപ്പം അങ്ങനെ രസം. ഇത് നമ്മളെ വേറൊരു ടീമാണ്. ഇവരെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നടന്നെത്തി. ഇതെന്താണ് ശരിക്കും തകർന്ന് കിടക്കുന്ന ഈ ഒരു സംഭവം? ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ബീച്ചിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ആ ഒരു കയറി വരുന്ന ഭാഗത്ത് വന്നിട്ട് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകാറാണ് പതിവ്. ഇത്രത്തോളം സമയം എടുക്കാറില്ല. അതൊക്കെ എന്തെങ്കിലും ഒഫീഷ്യൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന വരവുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഉള്ള സമയത്തൊന്നും ജസ്റ്റ് വന്ന് കണ്ടു പോകുന്നുള്ളൂ.
ഇപ്പോൾ ഇത്രത്തോളം സൗന്ദര്യവൽക്കരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് നമ്മളെ ഷർഫുക്കാടെ ഒക്കെ വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കട്ടെ അല്ലേ. ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനേ, അവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇനി ഫാമിലി ആയിട്ട് നമുക്കൊരു ട്രിപ്പ് വരാം. നമ്മുടെ മക്കളൊന്നും, കുട്ടികൾ രണ്ടുപേരും കടലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കടലും തീവണ്ടിയും പിന്നെ ഒക്കെ കാണാത്തവരാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം എല്ലാതും. കടൽ തീരമാലകൾ എണ്ണി നിൽക്കുകയാണിപ്പോൾ. അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ടീമല്ല കേട്ടോ, വേറെ ടീം അവിടെ പോയി ഫോട്ടോ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കിയെന്നുള്ളൂ. നമുക്ക് പരിചയമില്ലാത്ത ടീമാണ്. അത് കണ്ടിട്ട് നമ്മുടെ ടീമുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കണ്ടായിരുന്നു. ഡേഞ്ചറസ് ആണ്, എന്നാൽ വലിയ കുഴപ്പമില്ലെങ്കിൽ പോണതിന് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഹരിയേട്ടൻ ഇപ്പുറത്ത് റൈസ്ക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാഴ്ചകൾ. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ വീണ്ടും എങ്ങോട്ട് പോയി, എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, ഇതായി കാണുന്ന സ്പോട്ടിലേക്ക്. ഇത് നമ്മൾ ആദ്യം കണ്ട സ്പോട്ടല്ല കേട്ടോ. ഇവിടെ എന്തൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ പാട്ട് കൂടി നമുക്ക് കിട്ടും. ആൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ട് കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് പൈനാപ്പിളും ഉപ്പിലിട്ട മാംഗോവും ഒക്കെ തിന്നു, കർമൂസയൊക്കെ തിന്നു. പിന്നെ ഐശ്വര്യതി ചില ആളുകളൊക്കെ വാങ്ങി. അങ്ങനെയൊക്കെ രസകരമായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ നാട്ടിലേക്ക്. ഇനി നാട്ടിലെത്തുന്നത് വരെ ബൈ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ ബായ്. പറഞ്ഞാൽ മറക്കണ്ട, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്.